ഷിർക്കായ 3 കാര്യങ്ങളിൽ 2 ഫലമില്ലാതിരിക്കുകയും 3-ാമത്തേതിന് ഫലമുണ്ടാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? അലി മദനി മറയൂരിന്റെ വാദപ്രകാരമാണെങ്കിൽ സിഹർ കൊണ്ട് വലിയ ഉപദ്രവം തന്നെ ഉണ്ടാകണം. അത് മാരണല്ല, അത് മാജിക്കാണ്. അത് തകർക്കാൻ ആകെ ആവശ്യമുള്ള എന്താ? ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ചാൽ പോരെ. അപ്പൊ നോക്കൂ, പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാറു സംഭവിച്ചു എന്നാണ് ഇവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. ഞങ്ങളാണ് ബുദ്ധിയുടെ ആളുകൾ എന്ന് പറയുന്നവർ എപ്പോഴും എത്തിപ്പെടുന്ന അവസ്ഥയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലാണ് എല്ലാ ബുദ്ധിയുമുള്ളത്, എല്ലാ യുക്തിയുമുള്ളത്, എല്ലാ നന്മയുമുള്ളത്, എല്ലാ ഖൈറുമുള്ളത്. അതിന് വിരുദ്ധമാകുന്ന ഒരു കാലടിപ്പാട് പോലും അങ്ങേയറ്റത്ത് വിഡിത്തമാണ്. വിശ്വസിക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് തടസ്സമുള്ളത്? ഇനി നോക്കൂ, അടുത്തതായി അദ്ദേഹം പറഞ്ഞ കാര്യം, 3 കാര്യങ്ങൾ ഒരേ രീതിയിൽ പ്രവാചകൻ പ്രഖ്യാപിച്ചു. മന്ത്രിച്ചൂടിക്കട്ടൽ, റുക്ക. നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന റുഖ വത്തമാഇമ വത്തിവലത്ത് ശിർക്കുൻ. 3 കാര്യങ്ങൾ, റുഖ, തമാഇം, തിവലത്ത്. ഇത് 3ഉം ശിർക്കാണ്, ബഹുദൈവാരാധനയിൽ പെട്ടതാണ്. അപ്പോൾ റുഖ എന്നതിൻ്റെ അർത്ഥം മന്ത്രിക്കാനാണ്. പക്ഷെ അദ്ദേഹം കൊടുത്ത അർത്ഥം മന്ത്രി ചൂതിക്കെട്ടൽ. അതെവിടെ റുഖാക്ക് അങ്ങനെ ഒരു അർത്ഥം? റുഖ എന്നതിന് അങ്ങനെ ഒരു അർത്ഥമില്ല, അതിന് മന്ത്രി ചൂതാന്ന് മാത്രമേ അർത്ഥമുള്ളൂ. മന്ത്രി ചൂതിയാൽ അത് ശിർക്കൻ, മന്ത്രങ്ങൾ കൊണ്ടാണ് ഊതുന്നത് എങ്കിൽ അത് ശിർക്കാൻ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൻ്റെ അർത്ഥം. പക്ഷെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കേണ്ടി വരുന്നത് എന്തിനാണ്? ഇതിനൊക്കെ പിന്നിൽ വേറെ ഉദ്ദേശമുണ്ട്. ഇത് വെറുതെ അറിയാതെ പ്രസംഗത്തിൽ പറഞ്ഞു പോകുന്നതല്ല. കാരണം കേവലം മന്ത്രം എന്ന് പറഞ്ഞാൽ വേറെ ചില പ്രശ്നം വരാനുണ്ട്. ഞാൻ ബാക്കി പറഞ്ഞുതരാം. 3 കാര്യങ്ങൾ ഒരേ രീതിയിൽ പ്രവാചകൻ പ്രഖ്യാപിച്ചു. മന്ത്രിച്ചൂടിക്കട്ടൽ, റുക്ക, അതുപോലെ തന്നെ വത്തമായും, ഏലസുകെട്ടൽ, വത്തിവല, മാരണം. 3ഉം ഷിർക്കാണ്. ഷിർക്കായ 3 കാര്യങ്ങളിൽ 2 ഫലമില്ലാതിരിക്കുകയും 3-ാമത്തേതിന് ഫലമുണ്ടാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഇസ്ലാമികമായ മന്ത്രം ഒരാൾ ചൊല്ലിയാൽ അതുകൊണ്ട് ഉപകാരം ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണോ? ഷിർക്കായ 3 കാര്യങ്ങളിൽ 2 ഫലമില്ലാതിരിക്കുകയും 3-ാമത്തേതിന് ഫലമുണ്ടാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഇസ്ലാമികമായ മന്ത്രം ഒരാൾ ചൊല്ലിയാൽ അതുകൊണ്ട് ഉപകാരം ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനേകം ഹദീസുകളിൽ ഇപ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നീ പറയുന്ന സൂറത്തുകൾ കൊണ്ട് മന്ത്രിച്ചാൽ തക്ഫീക മിൻ കുല്ലി ഷൈ, എല്ലാ ഉപദ്രവത്തിൽ നിനക്കത് മതിയായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലർക്കും മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഹദീസിൽ വന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന റുഖ എന്നതിന് നിങ്ങൾ മന്ത്രിച്ചൂതി കെട്ടുക എന്ന് അർത്ഥം പറയരുത്, മന്ത്രിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ആ ഹദീസിൽ ഉദ്ദേശം ശിർക്കായ മന്ത്രങ്ങളാണ്. അപ്പോൾ ഇസ്ലാമികമായ മന്ത്രങ്ങൾ അത് ഉപകാരം ചെയ്യും അള്ളാഹു ഉദ്ദേശിച്ചാൽ. ഇസ്ലാമികമല്ലാത്ത മന്ത്രങ്ങളോ? ഇസ്ലാമികമല്ലാത്ത മന്ത്രങ്ങൾ, അതായത് സിഹറുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങൾ, വേണമെങ്കിൽ നമുക്ക് പറയാം മന്ത്രവാദം, അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉപദ്രവമുണ്ടാകും. ആര് പറഞ്ഞതാ? ഞാൻ പറഞ്ഞതാണോ? അല്ല, ഞാൻ പറഞ്ഞതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ്. കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലുള്ള എല്ലാ ഉപദ്രവത്തിൽ നിന്നും രക്ഷ തേടി. പിന്നെ ദുനിയാവിൽ ഏറ്റവും ഉപദ്രവം ചെയ്യുന്ന ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. അതിലൊന്നെന്താ? രാത്രിയുടെ ഉപദ്രവം. രാത്രിയുടെ ഉപദ്രവം എല്ലാവർക്കും അറിയാം. ഇരുട്ടായതുകൊണ്ട് ചിലപ്പോൾ പുറത്തിറങ്ങി നടന്നാൽ വിഷജന്തുക്കൾ ഉണ്ടാകും. അതുപോലെ തന്നെ കള്ളന്മാർ പുറത്തിറങ്ങുന്ന സമയമാണ്, പല ജാതി തട്ടിപ്പുകൾ നടക്കുന്ന സമയമാണ്. രാത്രി അനേകം ഷർറുള്ള സമയമാണ്. അതുപോലെ തന്നെ അസൂയക്കാരൻ്റെ ഷർറ്, സംശയമില്ല, അസൂയക്കാരനെ കൊണ്ട് വലിയ ഉപദ്രവം ഉണ്ടാകുന്നില്ല, യാതൊരു സംശയമില്ല. ആ കൂട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് എന്ന് പറഞ്ഞത്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്ന്. എന്താ ഇവിടെ കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? അൽ ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹം പറയാം, ഖാല മുജാഹിദുൻ വഇക്രിമതു വൽ ഹസനു വഖതാദതു വദ്ദഹാക്. മുഫസ്സിറുകൾ, ഖുർആൻ മുഫസ്സിറുകൾ ഇവരെല്ലാം പറഞ്ഞു, യഅനി അസ്സവാഹിർ, കെട്ടുകളിൽ ഊതുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശം മാരണം ചെയ്യുന്ന, സിഹർ ചെയ്യുന്ന മാരണക്കാരായ സ്ത്രീകളാണ്. ഇത് മുഫസ്സിറുകൾ പറഞ്ഞതാണ്. അപ്പോൾ മന്ത്രിച്ചൂതുന്നത് കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാകും. അപ്പോൾ അലി മദനി മറയൂർ ചോദിക്കാൻ, 3 കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഷിർക്കാണ് എന്ന്. അതിൽ റുഖയുണ്ട്. അപ്പോൾ മന്ത്രിച്ചൂതിക്കെട്ടൽ, മന്ത്രിച്ചൂതിക്കെട്ടാൻ അവിടെ അർത്ഥമില്ല, മന്ത്രിക്കാന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഷിർക്കായ മന്ത്രങ്ങൾ അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകും. ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉപദ്രവം ഉണ്ടാകും. സിഹറിൻ്റെ ഭാഗമായി ഊതുന്ന മന്ത്രങ്ങൾ അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകും. ഒരു ഉപദ്രവവും ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹു
7 ആകാശങ്ങൾക്ക് മുകളിൽ അവതരിപ്പിച്ച ഗ്രന്ഥത്തിൽ അള്ളാഹു പറയാം കെട്ടുകളുടെ ഉദ്ദേശം അറിയണ്ടാവും. അലി മദനി മുറയൂർക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടമാണ്. ഇപ്പം നിങ്ങൾ ഹദീസോട് ഖുർആനെതിരാ ഇപ്പോൾ പറഞ്ഞത്. നിങ്ങളുടെ വാദപ്രകാരം യഥാർത്ഥത്തിൽ ഖുർആനും ഹദീസും വിരുദ്ധമാകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശിർക്കായ മന്ത്രങ്ങൾ അത് ശിർക്കാണ്. ഇനി അദ്ദേഹം അതിൻ്റെ തുടർച്ചയായി പറയുന്ന മറ്റൊരു കാര്യം നോക്കൂ. ഷിർക്കായ 3 കാര്യങ്ങളിൽ 2 ഫലമില്ലാതിരിക്കുകയും 3-ാമത്തേതിന് ഫലമുണ്ടാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഉറുക്ക് കിട്ടിയാൽ അതുകൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവില്ല എന്ന് മുജാഹിദുകളെല്ലാം അംഗീകരിക്കും. പിന്നെ സിഹറിന് മാത്രം എങ്ങനെ ഉപദ്രവം ഉണ്ടാകും? ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഒരു 3 കാര്യം ഒരുമിച്ച് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ 3ഉം എല്ലാ കാര്യത്തിലും ഒരുപോലെയാണ് എന്ന് അതിന് അർത്ഥമൊന്നുമില്ല. 3 കാര്യം ഒരേ സ്ഥലത്ത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ 3 കാര്യം എല്ലാ രൂപത്തിലും ഒരുപോലെയാണെന്ന് അതിന് അർത്ഥമുണ്ടോ? ഇല്ല, അങ്ങനെ അർത്ഥമില്ല. ആ 3 കാര്യം ശിർക്കാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആ 3 കാര്യവും ഉപദ്രവം ചെയ്യില്ല, ഉപകാരം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഹദീസിൽ എവിടെയില്ല. അത് അലി മദനി മുറയൂർ സ്വയം പറഞ്ഞതാണ്. മാത്രമല്ല, അലി മദനി മുറയൂരിൻ്റെ വാദപ്രകാരമാണെങ്കിൽ സിഹർ കൊണ്ട് വലിയ ഉപദ്രവം തന്നെ ഉണ്ടാകണം. 7 വൻപാപങ്ങൾ എന്ന് പറയുന്ന ഹദീസില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്തനിബു സബ്അൽ മുബിഖാത്ത്, 7 വൻപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം. ഒന്നാമത്തെ കാര്യം ഏതാ? ശിർക്ക്. രണ്ടാമത്തെ കാര്യം ഏതാ? സിഹർ. മൂന്നാമത്തെ കാര്യം ഏതാ? വഖത്ലുൻ നഫ്സി ബിഗൈരി ഹഖ്ഖിൻ, ഒരു മനുഷ്യനെ അന്യായമായി കൊലപ്പെടുത്തുക. കൊലപാതകം കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവില്ല എന്ന് അലി മദനി മുറയൂർ പറയുമോ? ഒരിക്കലും പറയില്ലല്ലോ. അതുപോലെ അതിൽ പിന്നെ പലിശ പറഞ്ഞിട്ടുണ്ട്, മറ്റു പല കാര്യങ്ങളും അതൊക്കെ ഉപദ്രവമുള്ള കാര്യം. അലി മദനി മുറയൂരിൻ്റെ വാദപ്രകാരമാണെങ്കിൽ നേരെ തിരിച്ചും പറയാലോ, ഇത്രയും ഉപദ്രവമുള്ള കാര്യം, അങ്ങനെയാണ് പറയാൻ കൂടുതൽ അർഹതയുള്ളത്. ഇത്രയും ഉപദ്രവമുള്ള കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ സിഹർ പറഞ്ഞു. അപ്പോൾ സിഹറിന് ഒരു ഉപദ്രവം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അത് അവിടെ പറയാ എന്നല്ലേ ചോദിക്കേണ്ടത്. അപ്പോൾ 3 കാര്യം ഒരേ ഹദീസിൽ പറഞ്ഞതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ആ 3 കാര്യവും ഒരുപോലെയാണ് എന്ന് പറയുന്നത് ബുദ്ധിയല്ല. ആ പറഞ്ഞ ബുദ്ധി നേരെ തിരിച്ചുപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സിഹർ ഉണ്ട് എന്ന് ഉറപ്പായും അംഗീകരിക്കേണ്ടി വരും. മാത്രമല്ല, കൊലപാതകത്തിനേക്കാൾ മുൻപാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ പറഞ്ഞത്. അപ്പോൾ കൊലപാതകത്തെക്കാൾ ഗുരുതരമാണ് സിഹർ എന്നുകൂടി ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അവനവൻ്റെ തോന്നലുകൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ അവിടെ ഇവിടെ വേറെ ഹദീസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ഒപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് റസൂൽ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം അംഗീകരിക്കുക എന്നുള്ളതാണ്. അതാകുമ്പോൾ മനസ്സമാധാനം ഉണ്ടാവും, അതിന് യോജിപ്പുണ്ടാവും. നമ്മുടെ സ്വന്തം ബുദ്ധി പോലെയല്ല, അത് അള്ളാഹു അവതരിപ്പിച്ചതാണ്, അതിൽ വൈരുദ്ധ്യമുണ്ടാവില്ല. പക്ഷേ അലി മദനി മുറയൂരിൻ്റെ ബുദ്ധിയും എൻ്റെ ബുദ്ധിയും വേറെയുള്ള ആൾക്കാരുടെ ബുദ്ധിയും ഒക്കെ തെറ്റാൻ സാധ്യതയുണ്ട്. പക്ഷേ ഖുർആനും ഹദീസും തെറ്റുപറ്റില്ല. അതിന് എപ്പോഴും ശരി മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ. ഇനി അദ്ദേഹം പറഞ്ഞു നോക്കൂ, നിങ്ങൾ മുഫസ്സിറുകൾ ചില സ്വാധീനങ്ങളൊക്കെ തോന്നലുകളൊക്കെ അതിനുണ്ടാക്കാൻ കഴിയുമെന്ന് പറയാറുണ്ട്. പക്ഷെ അവരൊക്കെ തെളിവായി ഉദ്ധരിച്ചത് അവസാനം വരെ ആ ഭാഗം വായിച്ചാൽ കാണാം മൂസ അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ പറഞ്ഞ സിഹറാണത്. അത് മാരണല്ല, അത് മാജിക്കാണ്. മുഫസ്സിറുകൾ എല്ലാവരും സിഹർ ഉണ്ടാവുന്നുള്ളതിന് തെളിവായിട്ട് ആകെ പറഞ്ഞൊരു സംഭവം അലി മദനി മുറയൂർ കണ്ടത് മൂസാ നബിൻ്റെ സംഭവമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. മൂസാ നബിയുടെ സംഭവം മാരണത്തിലെ ഒരു ഇനം പറയാൻ ചില പണ്ഡിതന്മാർ തെളിവാക്കിയിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു സിഹർ തഖീലി, ഒരാൾക്ക് തോന്നലുണ്ടാക്കുന്ന സിഹർ, അതിന് തെളിവാണ് മൂസാ നബിയുടെ സംഭവം. അതല്ലാതെ വേറെ തെളിവ് എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അലി മദനി മുറയൂർ തുടക്കത്തിൽ പറഞ്ഞ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിൽ പല തരത്തിലുള്ള തെളിവുണ്ട് എന്നാണ്. വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ എന്ന ആയത്ത്, ആ ആയത്തിൽ അള്ളാഹു പറയാണ് വയുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, അവർ സിഹർ മുഖേന ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ അകൽച്ചയുണ്ടാക്കും. വേറെ എത്രയോ ആയത്തുകൾ സിഹറിന് തെളിവായിട്ടുണ്ട്. ഈ ആയത്ത് മാത്രമൊന്നല്ല, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അതിന് തെളിവാണ്. എത്രയോ മുഫസ്സിറുകൾ തെളിവായി പറഞ്ഞിട്ടുണ്ട്. അലി മദനി മുറയൂറിൻ്റെ കാഴ്ചയിൽ ആകപ്പെട്ടത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവമാണ്. റാസി, ഫഖ്റുദ്ദീൻ റാസി, അദ്ദേഹം ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം എടുത്തു കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സിഹർ എന്ന് പറഞ്ഞാൽ മാജിക്ക് മാത്രമാണ്. ഇപ്പോൾ അലി മദനി മുറയൂർ പറഞ്ഞ ആ വാദം റാസി പറഞ്ഞ വാദമാണ്. ഫഖ്റുദ്ദീൻ റാസിക്ക് ആ വാദമുണ്ട്. ഇബ്നുൽ ഖയ്യിം അതിന് മനോഹരമായ മറുപടി നൽകിയിട്ടുണ്ട്. ആ മറുപടിയിൽ അദ്ദേഹം ഒരു കേവല യുക്തി, ഒരു ലളിതയുക്തി അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. റാസി പറഞ്ഞത് അതൊരു മാജിക്കായിരുന്നു, കൺകെട്ടായിരുന്നു. അടിയിൽ പല കെമിക്കൽ വസ്തുക്കളൊക്കെ വെച്ചിട്ട് ഒരു വടി, ഇങ്ങനെ വടിയും കയറുകളൊക്കെ മേലെ വെച്ചു. എന്നിട്ട് അതിന് തീ കൊടുത്തപ്പോൾ ഇത് ഇളകാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആൾക്കാർക്ക് തോന്നിയത് പാമ്പാണെന്ന് തോന്നി എന്ന് റാസി പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതിനെ കവച്ചു വെക്കുന്ന മനുഷ്യർക്കൊരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യം കൊടുത്തത്?
അത് തകർക്കാൻ ആകെ ആവശ്യമുള്ള എന്താ? ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ചാൽ പോരെ? അവരുടെ തട്ടിപ്പ് ആളുകൾക്ക് വേഗം വ്യക്തമാവില്ലേ? ഇതിനേക്കാൾ എളുപ്പത്തിൽ വ്യക്തമാക്കി കൊടുക്കാൻ പറ്റും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വടി താഴിട്ടാൽ അത് പാമ്പാവുന്നു. അതിൻ്റെ മേലെ വെള്ളം ഒഴിച്ചിട്ടും കാര്യമില്ല, എന്തൊഴിച്ചിട്ടും കാര്യമില്ല, അത് പാമ്പായി അവിടെ നിൽക്കുന്നു. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ഈ സാഹിറന്മാർ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സാധനം അതൊരു ബക്കറ്റ് വെള്ളം ഒഴിച്ചപ്പോൾ അതങ്ങ് പോയി. മാജിക്ക് അങ്ങനെയല്ലേ സാധാരണ പൊളിക്കാറുള്ളത്? നാട്ടിൽ മാജിക്ക് ചെയ്യുന്ന എങ്ങനെയാണ് ആൾക്കാർ അതിൻ്റെ പിന്നിലുള്ള തന്ത്രം വെളിപ്പെടുത്തും. അതോടുകൂടി അതിൻ്റെ കൗതുകം നഷ്ടപ്പെട്ടു. എന്തിനാണ് ഈ രൂപത്തിലുള്ള ദൃഷ്ടാന്തം അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പല മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വസഹറു അഅ്യുനൻ നാസ് വസ്തർഹബൂഹും, അവർ ജനങ്ങളുടെ കണ്ണുകളെ സിഹറിലാക്കി. അപ്പോൾ കണ്ണുകളെ സിഹറിലകപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതിന് മുന്നിൽ നടക്കുന്ന ഒരു കാര്യം മറ്റൊന്നായി തോന്നിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ സിഹർ കൊണ്ട് മറ്റു ഉപദ്രവങ്ങൾ എന്തുകൊണ്ട് സാധിച്ചുകൂടാ? കണ്ണിനെ സ്വാധീനിക്കാൻ സിഹറിന് കഴിയുമെങ്കിൽ മറ്റ് അവയവങ്ങളെ എന്തുകൊണ്ട് സ്വാധീനിച്ചുകൂടാ? അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം തന്നെ അദ്ദേഹം പറഞ്ഞ വിശദമായ മറുപടികൾ അദ്ദേഹത്തിന് ബദാഇൽ ഫവായിദിൽ കാണാം, മറ്റു പല ഗ്രന്ഥങ്ങളിൽ കാണാം. അദ്ദേഹം പറഞ്ഞ മറ്റൊരു മറുപടി അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ സിഹറിനെ കുറിച്ച് പറഞ്ഞത് വജാഉ ബിസിഹ്റിൻ അദീം എന്നാണ്. കേവലം കൺകെട്ട് വിദ്യയെക്കുറിച്ച് എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുക? അവർ ബിസിഹ്റിൻ അദീം, വളരെ വലിയ ഒരു മാരണവുമായിട്ടാണ് അവർ വന്നെത്തിയത് എന്നെങ്ങനെയാണ് പറയുക? അവർ കേവലം ഒരു കൺകെട്ടിന് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പേടിച്ചു എന്നാണ്. ഒരു മാജിക്കാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് അറിയുന്ന ഒരാൾ എന്തിനാണ് പേടിക്കുന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അറിയണമല്ലോ ഇത് സിഹർ എന്ന് പറഞ്ഞാൽ കേവലം മാജിക്കാണ്. അപ്പോൾ ഇവരിപ്പോൾ എന്തായാലും കാണിക്കുന്ന മാജിക്ക്, ഞാനെതിന് പേടിക്കണം? അദ്ദേഹം പേടിച്ചു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്, പേടിക്കരുത് എന്ന് പറഞ്ഞു എന്നാണ്. പിന്നെ അദ്ദേഹം പേടിച്ചത്? അപ്പം സിഹറിന് യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്ന ഈ വാദം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ സംഭവത്തിൽ നിന്ന് പോലും കിട്ടുകയില്ല. അതിൽ പോലും ഈ പറഞ്ഞതിന് ഘടകവിരുദ്ധമായ കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നെ അടുത്തതായി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ച ഹദീസിനെയാണ് നിഷേധിക്കുന്നത്. അദ്ദേഹം പറയുന്നു, നോക്കൂ, സിഹിറിനെ കുറിച്ച് പറയുമ്പോൾ ഇവർ പ്രഖ്യാപിക്കാറുള്ളത് പ്രവാചകന് പോലും മാരണം ബാധിച്ചിട്ടുണ്ട് എന്നാണ്. പ്രവാചകനു മാരണം ബാധിച്ചിട്ടുണ്ട് എന്ന വാദം പ്രവാചകന്റെ കാലഘട്ടത്തിലെ ശത്രുക്കളാണ് പ്രവാചകനെതിരെ ഉന്നയിച്ചത് എന്ന് സൂറത്തു ഇസ്രായിലെ 47-48 വചനങ്ങളിലും സൂറത്തു ഫുർഖാനിലെ 8-9 വചനങ്ങളിലും അള്ളാഹു കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ആയത്തിൽ തന്നെ അലി മദ്നി മുറയൂർക്കുള്ള മറുപടി എഴുത്തുന്നുണ്ട്. ആ ആയത്തിൽ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സംഭവം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വഖാലു മാലി ഹാദ റസൂൽ യഅകുലു അത്ത്വാം വയംശി ഫിൽ അസ്വാഖ്. അവർ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, ഇതെന്തൊരു റസൂലാണ്, അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണ്? യഅകുലു അത്ത്വാം, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു, വയംശി ഫിൽ അസ്വാഖ്, അങ്ങാടികളിലൂടെ നടക്കുന്നു. അപ്പം നാളെ ഇനി അലി മദ്നി മുറയൂർ വന്നിട്ട് പറയുമോ അള്ളാഹിൻ്റെ റസൂൽ ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല? മുശ്രിക്കുകൾ പറഞ്ഞിരുന്നതാണല്ലോ അത്. അതുപോലെ തന്നെ വയംശി ഫിൽ അസ്വാഖ്, അങ്ങാടികൾ നടന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലൊന്നും നടക്കാറുണ്ടായിരുന്നില്ല എന്ന് ഇനി അലി മദ്നി മുറയൂർ പറയുമോ? മുൻഗാമികളെ പല പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ്, ഏത് ആയത്തുകൾ ബിദ്അത്തുകാർ തങ്ങളുടെ പഴച്ചവാദത്തിന് തെളിവായി പറഞ്ഞു ആ ആയത്തിൽ തന്നെ അതിന് മറുപടി ഉണ്ടാവും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിൽ തൊട്ട് ശേഷമുള്ള ആയത്തിലാണ് അല്ലാഹു പറയുന്നത്, വഖാല അദ്ദാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ. വാലിമീങ്ങൾ, അതിക്രമികളായ ആളുകൾ പറഞ്ഞു, നിങ്ങൾ പിൻപറ്റുന്നത് മസ്ഹൂറായ, മാരണം ചെയ്യപ്പെട്ട, മാരണത്തിലകപ്പെട്ട ഒരു മനുഷ്യനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് അതിക്രമികൾ പറഞ്ഞു. മുശ്രിക്കുകൾ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന ഖുർആനും അവിടുന്ന് ഈ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആദർശവും ഇതൊക്കെ ഒരു സിഹറിൻ്റെ ഭാഗമാണ്, ഇതൊരു മാരണത്തിൻ്റെ ഭാഗമാണ്. ആ അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ മസ്ഹൂർ എന്ന് പറഞ്ഞത്. നിങ്ങൾ ദുനിയാവിൽ മുഴുവൻ അന്വേഷിക്കുക, ഏതെങ്കിലും ഒരു മുസ്ലിമായ ഒരാൾ അയാൾ പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ബാധിച്ചിട്ട് അവിടുന്ന് ദീനിൻ്റെ വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ച് അബദ്ധം പിടഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിനെ നിങ്ങൾ കാണിച്ചു തരും. മുസ്ലിമീങ്ങൾ എല്ലാവരും പറയുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദീനിൻ്റെ കാര്യത്തിൽ അവിടുന്ന് മാസൂമായിരുന്നു, അവിടുന്ന് പാപസുരക്ഷിതരാണ്, ദീനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടത്തേക്ക് അബദ്ധം പെടുകയില്ല. എന്നാൽ സിഹർ ബാധിക്കുക എന്നതൊരു ഭൗതികമായ കാര്യമാണ്. അത് ബാധിച്ചതുകൊണ്ട് അവിടുത്തെ ദീനിയായ മതപരമായ ഒരു കാര്യത്തിനും യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അങ്ങനെ പറയാത്ത മുസ്ലിമായ ഒരു മനുഷ്യനുമില്ല എന്ന് അലി മദ്നി മുറയൂർക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ രൂപത്തിൽ
സംസാരിക്കുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെക്കുറിച്ച് മുശ്രിക്കുകൾ ആരോപിച്ചതിൻ്റെ രൂപം വേറെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റ് ബാധിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ വന്നത് വേറെ അർത്ഥത്തിലാണ്. അവർ പറഞ്ഞത് സിഹറിൻ്റെ അടിസ്ഥാനത്തിലാണ് ദീൻ പറയുന്നത് എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റ് ബാധിച്ചു എന്ന് മുസ്ലിമീങ്ങൾ പറയുന്നത് അവിടുന്ന് മനുഷ്യനായിരുന്നു, അവിടത്തേക്ക് മറ്റ് അസുഖങ്ങൾ ബാധിക്കുന്ന പോലെ സിഹർ ബാധിച്ചിട്ടുണ്ട്. അതൊരു ഭൗതികമായ ഉപദ്രവമാണ്, അത് അവിടുത്തെ ദീനിനെ ബാധിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പിന്നീട് ഈ പ്രസംഗത്തിൻ്റെ അവസാനത്തോട് അടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കേട്ടു നോക്കൂ. ഇനി പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ്, മാരണം ബാധിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടിലൂടെ സമൂഹത്തെ ഇവർ പഠിപ്പിക്കുന്നത്. പലപ്പോഴും ചില മുസ്ലിയാക്കാർ വെല്ലുവിളിക്കാറുണ്ട്, അങ്ങനെ എവിടെയാണ് ഹദീസിൽ പറഞ്ഞത് എന്ന്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത 5763 നമ്പർ ഹദീസ്, അതിൽ ഇപ്രകാരം കാണാം: യുഖയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ശൈഅ വമാ ഫഅലഹു. പ്രവാചകന് തോന്നി ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന്, പക്ഷെ അദ്ദേഹം അത് ചെയ്തിരിക്കുകയില്ല. ഈ പറഞ്ഞ വാക്കിന് ശേഷം അദ്ദേഹം ഇതിൻ്റെ വ്യത്യസ്ത റിവായത്തുകൾ പറയുന്നുണ്ട്. യുഖയ്യലു ഇലൈഹി അന്നഹു സനഅ ശൈഅൻ. ആ ഭാഗം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, കാരണം ഹദീസിൻ്റെ വ്യത്യസ്ത റിവായത്ത് ഒരേ കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പൊ നോക്കൂ, പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ് ഇവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. തീർത്തും ഇസ്ലാമിക വിരുദ്ധമാണ്, അന്ധവിശ്വാസമാണ്. നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ആ ഹദീസിൽ എന്താ ഉള്ളത്? അലി മദനി മറയൂർ തന്നെ അത് പറയട്ടെ. യുഖയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ശൈഅ വമാ ഫഅലഹു. പ്രവാചകന് തോന്നി ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന്, പക്ഷെ അദ്ദേഹം അത് ചെയ്തിരിക്കുകയില്ല. അപ്പൊ നോക്കൂ, പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ് ഇവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. എന്താ അലി മദനി മറയൂർ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ കൊണ്ട് ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്ന് ഹദീസിലുണ്ട്. എന്നിട്ട് എന്താ തെളിവ്? യുഖയ്യലു ഇലൈഹി അന്നഹു സനഅ ശൈഅൻ ഫമാ സനഅഹു. അവിടത്തേക്ക് ഒരു കാര്യം ചെയ്തു എന്ന് തോന്നും, പക്ഷെ ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാലം ജീവിച്ചതിനിടയ്ക്ക് അലി മദനി മറയൂർക്ക് ഒരു കാര്യം ചെയ്തു എന്ന് തോന്നിയിട്ട് പിന്നെ അത് ചെയ്തില്ല എന്ന് തോന്നിയ സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ വുളു എടുത്തിരുന്നോ, എൻ്റെ വുളു പോയോ, സംശയം തോന്നാറില്ലേ? അപ്പോൾ അലി മദനി മറയൂർക്ക് അങ്ങനെ സംശയം തോന്നുന്നത് എൻ്റെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ട്, മാനസിക ആശുപത്രി കാണിക്കട്ടെ എന്നാണോ പറയാറുള്ളത്? എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്. ഒരാൾക്കൊരു കാര്യം ചെയ്തു എന്ന് തോന്നി അത് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് തോന്നി അതൊരാളെ ബുദ്ധിക്ക് തകരാറാണെന്ന് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? അത്ഭുതകരമായ കാര്യം, ഉലമാക്കൾ ഇമാം ആസൂരി റഹിമഹുല്ലാഹ്, ഞാൻ അറബി ഇബാറത്തുകൾ വായിക്കുന്നില്ല, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന ഈ ഭാഗം പറഞ്ഞുകൊണ്ടാണ് അവർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ സിഹർ ബാധിച്ചപ്പോൾ ആകെ ഉണ്ടായത് അവിടത്തേക്ക് ചില കാര്യം ചെയ്തു എന്ന് തോന്നും, അത് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് മാത്രമേ അവിടത്തേക്ക് ഉണ്ടായിട്ടുള്ളൂ, അവിടുത്തെ ഭൗതികമായ കാര്യത്തിൽ മാത്രമേ അവിടത്തേക്ക് പ്രയാസം ഉണ്ടായിട്ടുള്ളൂ, അവിടുത്തെ ബുദ്ധിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, യാതൊരു പ്രശ്നവും അവിടുത്തെ ദഅവത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ച അതേ സംഭവം എടുത്തിട്ട് അലി മദനി മറയൂർ പറയാണ്, കണ്ടില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബുദ്ധിഭ്രംശം സംഭവിച്ചു എന്നീ ഹദീസിലുണ്ട്. ലാ ഹൗല വലാ ഖുവത. ഇത് പറയുന്ന ആൾക്ക് ബുദ്ധിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാൾക്കൊരു കാര്യം ചെയ്തു എന്നിട്ട് അത് ചെയ്തിട്ടില്ല എന്ന് തോന്നിയാൽ അതെങ്ങനെയാണ് ബുദ്ധിക്ക് തകരാറാവുക? നമ്മളൊക്കെ ജീവിതത്തിൽ ദിവസം എത്ര തവണ സംഭവിക്കലുണ്ട്? ചില ആൾക്കാർക്ക് ചിലപ്പോൾ നിസ്കരിച്ചാൽ വരെ സംശയം ഉണ്ടാവും. നോക്കൂ, എത്ര സമയം 2, 3, 4, 5 മിനിറ്റൊക്കെ എടുത്തിട്ടാണ് നിസ്കരിക്കുക. നിസ്കരിച്ചതിന് ശേഷം ചില ആൾക്ക് ഞാൻ നിസ്കരിച്ചില്ലേ സംശയം തോന്നും. അപ്പം തന്നെ അയാൾ ഓടോ മാനസികാശുപത്രിയിലേക്ക് ചികിത്സിച്ച് കളയാന്ന് വിചാരിച്ചിട്ട്. ഞങ്ങളാണ് ബുദ്ധിയുടെ ആളുകൾ എന്ന് പറയുന്നവർ എപ്പോഴും എത്തിപ്പെടുന്ന അവസ്ഥയാണ്. സുബ്ഹാനല്ലാഹ്, ഇത് നിങ്ങൾക്ക് എപ്പോഴും ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ഏതെങ്കിലും ഒരു ഹദീസ്, അതിലെ ഏതെങ്കിലും ഒരു വാചകം അതിനെതിരെ ഒരു കാൽ വെക്കുന്നതിന് മുൻപ് മനസ്സിലാക്കിക്കോ, കടുത്ത അബദ്ധത്തിലേക്കാണ് ചാടാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലാണ് എല്ലാ ബുദ്ധിയുമുള്ളത്, എല്ലാ യുക്തിയുമുള്ളത്, എല്ലാ നന്മയുമുള്ളത്, എല്ലാ ഖൈറുമുള്ളത്. അതിന് വിരുദ്ധമാകുന്ന ഒരു കാലടിപ്പാട് പോലും അങ്ങേയറ്റത്ത് വിഡ്ഢിത്തമാണ്. അതൊരു മുസ്ലിമായ ഒരാൾക്കും സംശയം ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിൽ പറഞ്ഞിട്ടുണ്ട്. ഹുവ മിൻ ജിൻസി മാ കാന യഅ്തരീഹി മിനൽ അസ്ഖാമി വൽ ഔജാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസുഖങ്ങൾ ബാധിക്കാറുണ്ടായിരുന്നു, അതിൽപ്പെട്ടത് ഒരു കാര്യം മാത്രമാണ് സിഹർ ബാധിച്ചു എന്നത്. അതൊരു ഭൗതികമായ കാര്യമാണ്. ഇനി അദ്ദേഹം പറയുന്നു, നോക്കൂ, വാലിമീങ്ങളാ പറഞ്ഞത് പ്രവാചകന് മരണം ബാധിച്ചിട്ടുണ്ട് എന്ന്. മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല, മുവഹിദുകൾ പറഞ്ഞിട്ടില്ല, സലഫുകൾ പറഞ്ഞിട്ടില്ല, സലഫികൾ പറഞ്ഞിട്ടില്ല, മുസ്ലിങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രവാചകന് മരണം ബാധിച്ചു എന്ന് പറഞ്ഞത് വാലിമീങ്ങളാണ്. അല്ല, മുസ്ലിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു അദ്ദേഹം ഈ പ്രസംഗത്തിൽ തന്നെ ഒഴുക്കിൽ പറഞ്ഞു പോകുന്നതായിരിക്കും, ഉദ്ദേശിച്ച് പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. ബുഖാരിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് ഇമാം ബുഖാരി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇദ്ദേഹം പറയും മുസ്ലിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല സിഹർ ബാധിച്ചിട്ടുണ്ട്.
ഇമാം ബുഖാരി, അദ്ദേഹം ഇമാം എന്ന് പറഞ്ഞയാൾ ബുഖാരി, അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഹദീസുണ്ട്. അദ്ദേഹം മുസ്ലിമാണോ? അദ്ദേഹം നിങ്ങൾ പറയുന്ന പോലെ മുജാഹിദുകളെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ ആളാണോ? അദ്ദേഹം സലഫിയാണോ? സലഫുകളിൽപ്പെട്ടയാളാണോ? ഒക്കെ തിരിച്ചു ചോദിക്കാലോ. ഇത് മുസ്ലിങ്ങളിൽ ആരും പറഞ്ഞിട്ടില്ല എന്നങ്ങ് പറഞ്ഞങ്ങ് പോവാണ്. യഥാർത്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം ഏതോ ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ വിഡ്ഢികളായ കുറച്ച് വിരലുണ്ടാവുന്ന ആൾക്കാരെ ഒഴിച്ചേർത്തിയ മനുഷ്യകുലത്തിൽ തന്നെ ഇത് പറഞ്ഞ ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. ഇത് സിഹറുണ്ട് എന്ന് അംഗീകരിക്കുന്ന ആളുകൾ മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങളല്ലാത്തൊരു അംഗീകരിക്കുന്ന കാര്യമാണ്. മുഅ്തസിലത്തിൽപ്പെട്ട ഹുസാലത്തു മിനൽ മുഅ്തസില, ഒരു കുറച്ച് ആൾക്കാർ, കുറച്ച് എന്താ പറയുക, പരിഗണിക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാർ. അതേ വാക്ക് തന്നെ വേറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പരിഗണിക്കേണ്ടതില്ലാത്ത ചിലർക്കല്ലാതെ ഈ വാദമില്ല എന്ന് ഇബ്നു ഹജർ പറഞ്ഞതായി കാണാം, സിഹർ ഫലിക്കില്ല എന്നുള്ള വാദം. എന്നിട്ട് അലി മദനി മൊറയൂർ വന്ന് പറയാണ് മുസ്ലിങ്ങളാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ബുഖാരി ആരാ? മുസ്ലിമാണോ? അതല്ല നിങ്ങളെ കൂട്ടത്തിൽ ചില ആളുകൾ പറയുന്ന പോലെ ജൂതചാരനാണോ? നഊദു ബില്ലാഹി മിൻ ദാലിക്. ബുഖാരി മാത്രമാണോ? നിങ്ങൾ ഹദീസ് തൊടാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ അല്ലെ, കുതുബുസിത്ത അല്ലെങ്കിൽ സിഹാഹുസിത്ത എന്ന് ചിലർ പറയാറുള്ള 6 ഗ്രന്ഥങ്ങൾ എൻ്റെ ചെറിയൊരു പരിശോധനയിൽ അബൂദാവൂദും തിർമിദിയും ഒഴിച്ചു നിർത്തിയാൽ, അബൂദാവൂദ് തിർമിദിയിൽ വേറെ റിവായത്ത് വന്നിട്ടുണ്ടോ എനിക്കറിയില്ല, എൻ്റെ ചെറിയ പരിശോധനയിൽ ഞാൻ പറയാം, ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുണ്ട്, നസായി ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂദാവൂദും തിർമിദിയുമാണ് എൻ്റെ പരിശോധനയിൽ, ചെറിയൊരു പരിശോധനയിൽ ഉദ്ധരിക്കാത്തതായി കണ്ടത്. പക്ഷേ അവർ സിഹറിനെ സ്ഥിരീകരിക്കുന്ന ഹദീസുകൾ അവരുടെ കിതാബുകൾ വേറുണ്ട്, അത് വേറെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന ഹദീസ് അദ്ദേഹം പറഞ്ഞത് വാലിമീങ്ങൾ പറഞ്ഞതാണ്, മുസ്ലിങ്ങളാരും പറഞ്ഞിട്ടില്ല എന്നാണ്. ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അവരെ മാത്രം നിർത്തേണ്ട. അൽ മുസ്തദ്രക്ക് എഴുതിയ ഹാക്കിം പറഞ്ഞിട്ടുണ്ട്, തബറാനി പറഞ്ഞിട്ടുണ്ട്, തബറാനി കിതാബിലുണ്ട്, ബൈഹഖി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ബസ്സാർ, മുസ്നദുൽ ബസ്സാർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഇതിലൊക്കെ ഹദീസുണ്ട്. ഇവർക്കൊക്കെ വാദമുണ്ട്, ആകെ ഇല്ലാത്തത് നിങ്ങൾക്ക് മാത്രമാണ്. പിന്നെ അദ്ദേഹം ഖബറുൽ വാഹിദ് എന്ന ഹദീസിൻ്റെ ഭാഗത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ഖബറു വാഹിദായിട്ടുള്ള റിപ്പോർട്ടിലൂടെയാണ് പ്രവാചകനു മാരണം ബാധിച്ചു എന്ന വിശ്വാസം സമൂഹത്തിന്റെ മുമ്പിൽ ഇവർ സ്ഥാപിക്കുന്നത്. എന്നാൽ ഇമാം ബുഖാരി തന്നെ തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കിതാബു അഖ്ബാറുൽ അഹാദ് എന്ന് പറയുന്ന ആ ബാബിൽ കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് ബാബു മാ ജാഅ ഫി ഇജാസത്തി ഖബറിൽ വാഹിദി സദൂഖ് ഫിൽ അദാനി വസ്സലാത്തി. അദ്ദേഹം പറയുന്നത് ഖബർ അഹാദായ ഹദീസ് വിശ്വാസത്തിന് കൊള്ളില്ല. ആര് പറഞ്ഞിട്ടുണ്ട്? ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതേ ബുഖാരി തന്നെ സ്വഹീഉൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചെന്ന ഹദീസും കൊടുത്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവില്ല അലി മദനി മൊറയൂർ പറഞ്ഞ് എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്ന്. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞതിന് തുടർച്ചയുണ്ട്, കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്നുണ്ട്. ഞാൻ ഇന്ന് സിഹറുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം സംസാരിക്കാമെന്നാണ് വിചാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം ജിന്നുബാധയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ കൂടി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ചില ആളുകൾ ചോദിച്ചേക്കാം, ഒരാൾ സിഹർ ഫലിക്കുന്നു എന്നോ ഫലിക്കുന്നില്ല എന്നോ ഒക്കെ വിശ്വസിക്കട്ടെ, നിങ്ങൾക്ക് എന്താണ് ഇത്ര വാശി അത് വിശ്വസിക്കണം, ഇതുകൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാകുമെന്ന് വിശ്വസിക്കണമെന്ന് എന്താണ് ഇത്ര വാശി എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. സഹോദര, അള്ളാഹുവിൻ്റെ കിതാബിൽ ഒരു കാര്യം വന്നാൽ അതൊരു ഹർഫാണ് എങ്കിൽ പോലും നീ അത് കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കൽ നിൻ്റെ മേൽ നിർബന്ധമാണ്. അത് ഈമാനിൽപ്പെട്ടതാണ്. സൂറത്തുൽ ബഖറ എങ്ങനെയാണ് തുടങ്ങിയത്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. ഗൈബിൽ വിശ്വസിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ അടിത്തറയാണ്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കുക. നിനക്കത് ചിലപ്പോൾ അതിൻ്റെ പൂർണ്ണമായ യാഥാർത്ഥ്യം ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം നിൻ്റെ ബുദ്ധി അതിന് മാത്രമേ ഉള്ളൂ. നീ എല്ലാം അറിയുന്ന മഹാബുദ്ധിമാനാണോ? അല്ല, അള്ളാഹുവാണ് പറയുന്നത്, അവൻ്റെ റസൂലാണ് ഈ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിൻ്റെ ബുദ്ധിക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യം വന്നാൽ നിൻ്റെ ബുദ്ധിയുടെ കുറവാണെന്ന് മനസ്സിലാക്കിയാൽ പോരെ. അള്ളാഹുവിനും അവൻ്റെ റസൂലിന് നീ മറുപടി പറയാൻ പാടുണ്ടോ? അത്തുഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും. അള്ളാഹുവിനെ നിങ്ങളുടെ ദീനിനെക്കുറിച്ച് അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ? അതുപോലെ തന്നെ യഹൂദന്മാരെക്കുറിച്ച് അള്ളാഹു ഖുർആൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് അലി മദനി മൊറയൂർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യുഅ്മിനൂന ബിബഅദിൽ കിതാബി വയക്ഫുറൂന ബിബഅദ്. അവർ ചിലത് വിശ്വസിക്കുകയും ചിലത് തള്ളിക്കളയുകയും ചെയ്യും. അത് പാടില്ല, ഇത് ജൂതരുടെ സ്വഭാവമാണ്. അള്ളാഹു പറഞ്ഞതെല്ലാം വിശ്വസിക്കണം. ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി റബ്ബിഹി വൽ മുഅ്മിനൂൻ. അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിലൊക്കെ അവർ വിശ്വസിച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂലും വിശ്വസിച്ചിട്ടുണ്ട്, മുഅ്മിനീങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അലി മദനി മൊറയൂരിനോട് പറയട്ടെ,
സഹോദരങ്ങൾ, നിങ്ങളുടെ ഈ സംസാരിക്കാനുള്ള കഴിവും ഇതൊക്കെ തൗഹീദിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, ഖുർആനും സുന്നത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ബുദ്ധികൾക്ക് തോന്നിയ കാര്യങ്ങൾ അതിനു വേണ്ടിയല്ല. നിങ്ങളുടെ ബുദ്ധിയല്ല ഇസ്ലാം. ഇസ്ലാമിന് നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ കൊണ്ടുപോയി സമർപ്പിക്കാനല്ലാതെ നിങ്ങളുടെ ബുദ്ധിക്ക് ഇസ്ലാമിനെ സമർപ്പിക്കാൻ നോക്കരുത്. ബുദ്ധിക്ക് പരിമിതിയുള്ള സ്ഥലത്ത് അതിനെ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ബുദ്ധി. അതൊരു കേവല ബുദ്ധിയാണത്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം അസ്സവാഇഖുൽ മുർസല എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളോട് ഒരു ഡോക്ടറോട് മനുഷ്യർ കാണിക്കുന്ന മര്യാദയെങ്കിലും നിങ്ങൾ കാണിച്ചാൽ മതി. ഒരു ഡോക്ടറുടെ അടുത്ത് ചികിത്സിക്കാൻ പോയാൽ ഡോക്ടർ പറയും, മരുന്ന് ഭക്ഷണത്തിന് മുന്നേ ഇത്ര കഴിക്കണം, ശേഷം ഇത്ര കഴിക്കണം എന്നൊക്കെ പറയും. ഏതെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യൻ അതെന്താ ഭക്ഷണത്തിന് മുൻപ് മാത്രം, എന്താ ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ, എന്താ ഭക്ഷണത്തിൽ കുഴച്ച് കഴിച്ചാൽ, എന്തുകൊണ്ട് ഈ മരുന്ന് 2 തന്നെ ഒരു 3-4 ഒരുമിച്ച് കഴിച്ചൂടെ എന്നൊക്കെ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? അയാൾ പറഞ്ഞാൽ അതുപോലെ കേൾക്കും, സമഅൻ വതാ, കേട്ടു അനുസരിച്ചു. അങ്ങനെയല്ല ഡോക്ടറോട് പെരുമാറാറുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ ഡോക്ടറോട് പെരുമാറുന്നത്? കാരണം നിങ്ങൾ അംഗീകരിക്കുന്നു, ശരീരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്നെക്കാൾ ഇയാൾക്ക് അറിവുണ്ട്. അപ്പോൾ അയാൾ പറയുന്നത് ഞാൻ അംഗീകരിക്കണം. അതൊരു കേവല ബുദ്ധിയല്ലേ? അപ്പോൾ ആകാശഭൂമികളെ മുഴുവൻ പടച്ച അള്ളാഹു പറഞ്ഞൊരു കാര്യം എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിച്ചുകൂടാ? അത് ഈ രൂപത്തിൽ വിശ്വസിക്കാൻ എന്തുകൊണ്ടും അർഹമല്ലേ? അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കുക. ചിലപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാര്യകാരണങ്ങൾ ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവില്ല, ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവനവൻ്റെ ബുദ്ധിക്കൊരു കാര്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് അത് ബുദ്ധിക്ക് വിരുദ്ധമാവില്ല. അത് നിൻ്റെ ബുദ്ധിയുടെ കഴിവുകേടാണ്. ഏതെങ്കിലും ഒരാൾ, ഞാൻ ഇപ്പോൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഏതെങ്കിലും വിഷയം പ്രയാസമായി എന്ന് വിചാരിക്കുക, ബയോളജി പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബയോളജിയൊക്കെ പൊട്ടത്തരമാണ്, എനിക്കത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാരെങ്കിലും പറയുമോ? നിൻ്റെ ബുദ്ധിക്ക് കുറവുണ്ടെന്നല്ലാതെ. മനുഷ്യനുണ്ടാക്കിയൊരു വിജ്ഞാനത്തിൻ്റെ കാര്യം ഇതാണ്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് വന്നെത്തിയ വഹയിൻ്റെ കാര്യം എന്തായിരിക്കും? അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, അശ്ശറഉ യഅതി ബിമുഹാറാത്തിൽ ഉഖൂൽ ലാ ബിമുഹാലാത്തിൽ ഉഖൂൽ. അള്ളാഹുവിൻ്റെ ദീനിൽ മനുഷ്യരുടെ ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം കാണുമ്പോൾ ഇതൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയും, വിഡ്ഢിത്തമാണ് ആ ചെയ്യുന്നത്. നിൻ്റെ ബുദ്ധിയെ വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങൾ ശരീഅത്തിലുണ്ട്. അപ്പോൾ അതിനെ നിഷേധിക്കുക എന്നതൊരു ബുദ്ധിയുള്ള മനുഷ്യന് യോജിച്ച കാര്യം. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞതിന് ചില തുടർച്ചകളുണ്ട്. ഈ സമ്മേളനത്തിൽ ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഗുരുതരമായ അപകടകരമായ ചില വാദങ്ങളുണ്ട്. അത്തരം വാദങ്ങൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും ഇവർ കഴിഞ്ഞുപോയ മുജാഹിദുകൾ അവരുടെ പിന്മുറാവകാശം വാദിക്കുകയാണ്. യഥാർത്ഥത്തിൽ 100 കൊല്ലം മുൻപ് മരിച്ചവരോ അതല്ലെങ്കിൽ 50 കൊല്ലം മുൻപ് മരിച്ചവരോ അവരിലേക്ക് ചേർത്തി പറയാൻ വേണ്ടിയല്ല നിങ്ങൾ മത്സരിക്കേണ്ടത്. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും സ്വഹാബത്തിലേക്കും ചേർത്തി പറയാനാണ്. അവരാണ് അള്ളാഹു അവതരിപ്പിച്ച ദീൻ ഏറ്റവും അറിയുന്നവർ. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ അവർക്കാർക്കെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെന്നല്ല. ഈ കഴിഞ്ഞുപോയ തൗഹീദിനു വേണ്ടി പരിശ്രമിച്ച കെ മൗലവിയെ പോലെയുള്ളവർ റഹിമഹുല്ലാ, അതുപോലെ തന്നെ അമാനി മൗലവിയെ പോലെയുള്ളവർ റഹിമഹുല്ലാ, അതുപോലെ കെ പി മുഹമ്മദ് മൗലവി, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം അഖീദ പഠനത്തിൽ വളരെ ഉപകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ്. കെ പി മുഹമ്മദ് മൗലവിയുടെ ഗ്രന്ഥം, അദ്ദേഹത്തിൻ്റെ വിശ്വാസം 1-ാം ഭാഗം എന്ന ഗ്രന്ഥം വളരെ ഉപകരിക്കുന്ന ഗ്രന്ഥങ്ങളിലൊന്നാണ്. അങ്ങനെ അതുപോലെ കുഞ്ഞീദ് മദനി റഹിമഹുല്ലാ, ഇവരോടൊക്കെയുള്ള ബന്ധവും ഇവരോടൊക്കെയുള്ള പിന്തുടർച്ചാവകാശവും വാദിക്കേണ്ടത് കേവലം സാങ്കേതികമായ സംഘടനാ പേരുകളിലൂടെയല്ല, മറിച്ച് അവർ പഠിപ്പിച്ച ആദർശം അത് ഖുർആനും സുന്നത്തിനു യോജിച്ചതാണെങ്കിൽ സ്വീകരിച്ചുകൊണ്ടാണ്. അവർ പറഞ്ഞ ആദർശങ്ങൾ ഏതെങ്കിലും ഒന്ന് ഖുർആനും ഹദീസും വിരുദ്ധമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് അവർ പറഞ്ഞു എന്നതുകൊണ്ട് ഒരിക്കലും സ്വീകരിക്കേണ്ടതില്ല. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭനായ ശിഷ്യനായിരുന്നു ഇബ്നുൽ ഖയ്യിം. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇബ്നു തൈമിയ്യത ഹബീബുല്ലന, ഇബ്നു തൈമിയ്യ നമുക്ക് പ്രിയങ്കരനാണ്, വൽ ഹഖ്ഖു അഹബ്ബു ഇലൈന, പക്ഷേ സത്യം ഇബ്നു തൈമിയ്യയേക്കാൾ നമുക്ക് പ്രിയങ്കരമാണ്. അതാണ് നമ്മുടെ കാര്യം. അതാണ് ഒരു യഥാർത്ഥ സലഫിയുടെ മാർഗം. അവന് ഏറ്റവും വലുത് സത്യമാണ്, ഹക്കാണ്. അതിനു മുൻപിൽ അവൻ വ്യക്തികൾ എത്ര വലുതായാലും കാനമൻകാൻ, എത്ര വലിയ ആളാണെങ്കിലും ഹക്കിന് വിരുദ്ധമായ ഒരു വാക്കാണ് അതിൽ വന്നിട്ടുള്ളത് എങ്കിൽ ഗഫറല്ലാഹു ലഹു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, പക്ഷെ അദ്ദേഹത്തിന് പറ്റിയ അബദ്ധമാണ്. അത് അവർ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത്. ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിച്ച വഴിയാണത്. അത് അവരോടുള്ള അദബുകേടല്ല, അവരെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അവർക്കുള്ള വിജ്ഞാനത്തിൻ്റെ സമുദ്രസമാനമായ വിജ്ഞാനത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അവർ അബദ്ധത്തിൽ നിന്ന് മുക്തരല്ല. അത് അവർ തന്നെ പറഞ്ഞതാണ്, അവർ തന്നെ പിൽക്കാലക്കാരെ പഠിപ്പിച്ചതാണ്.
അപ്പോൾ സഹോദരങ്ങളെ, ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാ ജിന്നുബാധയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ ഇത് സംസാരിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാ അടുത്ത സംസാരങ്ങൾ നമ്മൾ അതിന് ചില വിശദീകരണം പറയാനുണ്ട്, അത് പറയുന്നതാണ്. ഈ സംസാരം ഞാനതിൻ്റെ അവസാനത്തിൽ അലി മദനി മറയൂരിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളെ വ്യക്തിപരമായി പ്രയാസപ്പെടുത്താനോ ഒന്നിനും വേണ്ടിയല്ല. ഹക്കാണ് നമുക്ക് വലുത്. അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിച്ചാൽ അൽഹംദുലില്ലാ, എനിക്ക് അംഗീകരിക്കാൻ സാധിച്ചാൽ അൽഹംദുലില്ലാ. അതല്ലാതെ ഒരാളെ പരിഹസിക്കുക എന്നതോ ഒരാളെ കളിയാക്കുക എന്നതോ എൻ്റെ ഉദ്ദേശമായി മാറാൻ പാടില്ല. അങ്ങനെ എൻ്റെ ഉദ്ദേശം ആയിട്ടുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു നൽകുമാറാകട്ടെ. എനിക്കും നിങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഹക്കിൽ ഒരുമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നെയും നിങ്ങളെയും അള്ളാഹു സത്യത്തിലേക്ക് നയിക്കട്ടെ. പരലോകത്ത് അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സഹായകമാകുന്ന വിശ്വാസം അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ച് നൽകുമാറാകട്ടെ. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് അധികരിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഹക്കിനു വേണ്ടി സംസാരിക്കാൻ നിങ്ങളുടെ നാവിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.